ഞങ്ങൾ ഈജിപ്തിലാണ്. വീണ്ടും ഈജിപ്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള പിരമിഡിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. സ്പിരിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക രൂപങ്ങൾ നമ്മൾ ഈജിപ്തിൽ നിന്ന് കണ്ടു വെച്ചാൽ ഈ സാധനങ്ങളാണ് കാണുന്നത്. ഇത്രയും 3000 4500 വർഷം പഴക്കമുള്ള ഈ ഒരു മനുഷ്യരൂപങ്ങളാണ്. അന്നത്തെ ആളുകളുടെ ഫേസിൻ്റെ ഒരു രൂപമാണത്. അവർ ദൈവമായിട്ടോ എന്തൊക്കെയാണ് അവർ പറഞ്ഞ ഒരു സങ്കല്പത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. കാലാകാലങ്ങളിൽ വരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട്, അതേപോലെ തന്നെ അറബികളും ക്രിസ്ത്യാനികളും ഇവിടെ എല്ലാം വന്ന് ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി ഇപ്പോൾ ഇസ്ലാമിൻ്റെ കയ്യിലാണ് ഈ ഭരണം ഇരിക്കുന്നത്. ഇന്നും ഈജിപ്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഇവിടെ 10% ക്രിസ്ത്യാനികളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവർ മിക്കവാറും തന്നെ പല വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിൻ്റെ അനുഭാവികളാണ്. ഇന്നിപ്പോൾ ഈ ഈജിപ്തിൽ വെച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുഭൂമിയാണ്, കംപ്ലീറ്റ് മരുഭൂമിയാണ്. മരുഭൂമിയിലെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകമാണല്ലോ. ഈ ഒട്ടകമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവരുടെ എല്ലാ ഗതാഗത കാര്യങ്ങളും മരുഭൂമിയിലൂടെ പോകാനും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ അവർക്ക് വേണ്ടത് ഒട്ടകമാണ്. ഇവിടെ നമുക്ക് ഒട്ടക സവാരികൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒട്ടകമില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒട്ടകത്തിൻ്റെ ഒരു കഥയാണ് ഇന്ന് ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒട്ടകം ഒരു കാലത്ത് ഈ മരുഭൂമിയിൽ ഒട്ടകം വന്ന സമയത്ത് ഈ ഒട്ടകത്തിൻ്റെ സ്വഭാവം എന്നാണ് സാധാരണ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവനും അത് കീഴടക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ സാധാരണ നമ്മൾ മനുഷ്യരെയും കമ്പയർ ചെയ്യുന്നത് തനിക്ക് ഒട്ടകത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകത്തിന് നന്മയുണ്ട്, ചീത്തയുണ്ട്. കാരണം ഈ ഒട്ടകത്തിന് വെള്ളം കുടിച്ച് ധാരാളം വെള്ളമൊന്നും കുടിക്കില്ല. ഒരു പ്രാവശ്യം കുറച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് ദിവസങ്ങളോളം അതിന് വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഈശ്വരന് തന്നിട്ടുള്ള ഒരു പ്രകൃതിദത്തമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് നമുക്ക് കുറച്ചൊക്കെ പുല്ല് ഉണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ ഇത് നടക്കും. ഇതിൻ്റെ പാല് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് റേസിന് വേണ്ടിയിട്ട്, ഓടാൻ വേണ്ടിയിട്ട് ഇവിടെ മത്സരങ്ങൾ നടക്കാറുണ്ട്. ഇടയ്ക്ക് 6 മാസത്തിലൂടെ ഇവിടെ മത്സരങ്ങൾ നടക്കും. അതിന് കോടികളാണ് ഇവർ ബെറ്റ് വെച്ചിട്ടാണ് മത്സരത്തിന് വേണ്ടിയിട്ട് പങ്കെടുപ്പിക്കുന്നത്. അതിന് നല്ല സ്ട്രെങ്ത്തുള്ള ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. അതേപോലെ തന്നെ ഈ ഒട്ടകത്തിൻ്റെ വേറൊരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാന്തരത്തിലൊരു കഥയുണ്ട്. അത് ഒരിക്കലും ഒരു പ്രാവശ്യം ഈ മരുഭൂമിയിൽ നിന്ന് ഒട്ടകം കാട്ടിലേക്ക് വന്നു. അവിടെ നോക്കിയപ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ കൂടി ഒരു വീടൊക്കെ ഉണ്ടാക്കി താമസിക്കുന്നത് കണ്ടു. അപ്പോൾ അതിന് ചൂട് സഹിക്കാമെങ്കിലും തണുപ്പ് ഭയങ്കരമായിട്ട് സഹിക്കില്ല, മഴ ഇഷ്ടമല്ല അതിന്. അപ്പോൾ ഒരു ദിവസം മഴ തുടങ്ങിയ സമയത്ത് ഈ ഒട്ടകം പറഞ്ഞു, എനിക്ക് എൻ്റെ തല ചായക്കാനായിട്ട്, തല മാത്രം വെക്കാനായിട്ട്, ഈ കുടിൽ വെക്കാനായിട്ട് എനിക്ക് സ്ഥലം തരുമോ എന്ന് അവിടുത്തെ തൊഴുത്തിൽ വെച്ചിട്ട് അത് ചോദിച്ചു. അപ്പോൾ ആ തൊഴുത്തിൽ വെച്ചിട്ട് ചോദിച്ച സമയത്ത് അതിനെ ഇഷ്ടമായി. താനേതായാലും ദൂരെ നിന്ന് വന്ന ആളല്ലേ, കുറച്ച് കഥകളൊക്കെ പറയൂ, മരുഭൂമിയിൽ എന്തൊക്കെയാണ്, നിങ്ങളുടെ ജീവിതചര്യയൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾ അതിഥികളാണ്. ഇങ്ങനെ പലരെയും നമ്മൾ അതിഥികളായിട്ട് വെച്ചിട്ട് അവരൊക്കെ നമ്മളെ വെച്ചിട്ട് ഇല്ലാതാക്കിയ നാടാണ് ഭാരതം. അപ്പോൾ അതിഥികൾ വരുന്നതൊക്കെ നല്ലതാണ്, അതിഥി ദേവോ എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ ഇവരൊക്കെ നമ്മുടെ ശത്രുക്കളായിട്ട് മാറിയിട്ട് ലാസ്റ്റ് നമ്മളെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ, നമ്മുടെ കൾച്ചർ ഇല്ലാതാക്കുന്ന അവസ്ഥ, നമ്മുടെ സംസ്കാരവും നമ്മുടെ ക്ഷേത്രങ്ങളും എല്ലാം കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഭാരതത്തിൽ പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇവർ കൊള്ളയടിക്കുക. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്നു, മുഗളന്മാർ ഭാരതത്തിൽ വന്നു, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു. ഇവരെല്ലാം അതിഥികളായിട്ടും ഇവിടുത്തെ കച്ചവടക്കാരായിട്ടാണ് വന്നത്. പക്ഷേ ഇവരൊക്കെ എന്താ ചെയ്തത്? ഇവിടെയൊക്കെ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ച് നമ്മളെ ഇല്ലാതാക്കി. അവിടെ ആരാണ് ജീവിക്കുന്നത് അവരെ ബഹുമാനത്തോടെ അവർ ആദ്യം വരും, പിന്നെ അവരെ തന്നെ ഇല്ലാതാക്കുന്നൊരു സ്വഭാവമാണ്. അത് ഒട്ടകത്തിൻ്റെ സ്വഭാവം എന്ന് പറയും. അപ്പോൾ ഈ ലാസ്റ്റ് എന്ത് പറ്റി? ഈ ഒട്ടകം തല ചായക്കാനായിട്ട് സ്ഥലം തന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് തലയല്ല കുറച്ചുകൂടെ മേലൊക്കെ ഒന്ന് വെച്ച് കിടന്നാൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് മേലൊക്കെ കയറ്റി ലാസ്റ്റ് അവരെ തന്നെ അടിച്ച് പുറത്താക്കിയിട്ട് ആ ഒട്ടകം സുഖമായിട്ട് ആ തൊഴുത്തിൽ ജീവിക്കാൻ തുടങ്ങി. ഇതാണ് ഒട്ടകത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ മരുഭൂമിയിൽ ഒട്ടകം എന്ന് നമ്മൾ പറയുന്നത്. ഈ ഒട്ടകത്തിൻ്റെ സ്വഭാവം കാണിക്കരുത് എന്നാണ് പഞ്ചതന്ത്ര കഥകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഈ ഒട്ടകങ്ങളെ കാണുമ്പോൾ അവരും നമുക്കൊരു മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. ഈ കഥാമൃതത്തിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള, അതേപോലെ തന്നെ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അത്ഭുതങ്ങളിലൊന്നാണ് ഈ പറഞ്ഞ ഈ പിരമിഡും അതൊക്കെ. അപ്പോൾ ഈ പിരമിഡിൻ്റെയും ഇതൊക്കെ നിങ്ങളെ കാണിക്കാം, ഈ കഥയും പറയാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഈ ഒട്ടകത്തിൻ്റെ കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്.